Hi dear students, welcome to SRJ online classes. നമ്മൾ ഇന്ന് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ പാർട്ട് 10 ആണ് എടുക്കാൻ പോകുന്നത്. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ തീരാൻ കിടക്കുകയാണ്. നമ്മൾ പാർട്ട് 9 പറഞ്ഞത് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ 2xനെ എക്സിലേക്ക് മാറ്റുന്ന കൺവേർട്ട് ചെയ്യുന്ന ഫോർമുലാസ് പറഞ്ഞു. sin 2x to sin x cos x, then cos 2xൻ്റെ 3 ഡിഫറെൻറ്റ് ഫോർമുലാസ്, cos square x minus sin square x, 1 minus 2 sin square x, 2 cos square x minus 1. Then അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഫോർമുല പറഞ്ഞു 1 minus cos 2x, 2 sin square x, 1 plus cos 2x ആണെങ്കിൽ 2 cos square x. അതുപോലെ tan 2xൻ്റെ ഫോർമുല പറഞ്ഞാൽ അത്ര ഉപയോഗിക്കാനില്ല. ദെൻ എക്സിനെ എക്സ് ബൈ 2ലേക്ക് മാറ്റുന്ന ഫോർമുലാസ് പറഞ്ഞു sin x 2 sin x by 2 cos x by 2. അതുപോലെ cos x ഇതുപോലെ എഴുതാം 1 minus cos x 2 sin square x by 2, 1 plus cos x 2 cos square x by 2. അങ്ങനെ എക്സിലേക്ക് മാറ്റുന്ന എക്സിൽ നിന്ന് എക്സ് ബൈ 2ലേക്ക് മാറ്റുന്ന ഫോർമുലാസ് നമ്മൾ പറഞ്ഞു. അതിൽ ഫോർമുലസ് ആണ് പറഞ്ഞെടുത്തിയത്. അതിന് വ്യത്യസ്തമായൊരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. ആ മോഡൽ വരുന്നത് ആ ഫോർമുല വെച്ച് വരുന്നത് അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. If cos x equal to 3 by 5, find sin x by 2, cos x by 2, tan x by 2, x lies in fourth quadrant. Cos x തന്നിട്ട് sin x, tan x, cot x കാണാൻ അറിയാം, അതായത് കാണാൻ അറിയാം. പക്ഷെ എക്സ് തന്നിട്ട് എക്സ് ബൈ 2ലാണ് കാണേണ്ടത്. അത് cos x തന്നാലും ഏത് എക്സ് തന്നാലും ഈ എക്സ് ബൈ 2 കാണണമെങ്കിൽ, എക്സിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് എക്സ് ബൈ 2 കാണണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് cos x തന്നെയാണ്. ഇവിടെ cos x തന്നെയാണ് തന്നത്. cos x അല്ല തന്നതെങ്കിൽ sin x മറ്റേതെങ്കിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ തരുന്നെങ്കിൽ എക്സ് ബൈ 2 ഏത് കാണാൻ പറഞ്ഞാലും ആദ്യം അതിനെ cos x ആക്കണം. അതെങ്ങനെ? ഒരു ആംഗിളിന് എക്സ് ആണെങ്കിൽ അതേ ആംഗിളിലുള്ള മറ്റേത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കാണണമെങ്കിലും ട്രയാംഗിൾ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഡിഫറെൻറ്റ് ആംഗിളാണ്. എക്സിന് എക്സ് ബൈ 2ലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഫോർമുല ഇതാണ് ഉപയോഗിക്കേണ്ടത്. വി ഹാവ് 1 minus cos x ഈക്വൽ ടു sin square x by 2 മോഡലോ, അതുപോലെ 1 plus cos x ഈക്വൽ ടു 2 cos square x by 2. അപ്പോൾ ഇതിൽ നിന്ന് sin x by 2 കിട്ടും, ഇതിൽ നിന്ന് cos x by 2 കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഫോർമുല അല്ലെങ്കിൽ എക്സിന് എക്സ് ബൈ 2ലേക്ക് മാറ്റണമെങ്കിൽ cos x അറിയണം. ഇവിടെ cos x തന്നിട്ടുണ്ടോ? ഇനി അഥവാ sin x ആണ് തരുന്നെങ്കിൽ അതിനെ ട്രയാംഗിൾ ഉപയോഗിച്ച് cos x ആക്കണം. അപ്പോൾ sin x 4/5 തന്നാൽ ട്രയാംഗിൾ ഉപയോഗിച്ച് അതിനെ cos ആക്കിയതിന് ശേഷമേ ഈ ഫോർമുല കൊടുക്കാൻ പാടുള്ളൂ. എക്സ് തന്നിട്ട് എക്സ് ബൈ 2 ഒരു വാല്യൂ കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 minus cos x നോക്കാം. 1 minus cos x 2 sin square x by 2 ആണല്ലോ. അപ്പോൾ 1 minus cos x 3/5 equal to 2 sin square x by 2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 minus 3 2/5 equal to 2 sin square x by 2. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 ക്യാൻസൽ ആയി, അവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. സെയിം ന്യൂമറേറ്റർ ആണ് രണ്ടും, അത് ക്യാൻസൽ ആയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. 1/5 equal to sin square x by 2. അപ്പോൾ sin x by 2 എന്താവും? 1/√5. 1ൻ്റെ റൂട്ട് 1 ആണ്, 5ൻ്റെ റൂട്ട് 5. sin x by 2 1/√5. Then ഇനി cos x by 2 ആണെങ്കിൽ ഈ ഫോർമുല 1 plus cos x equal to 2 cos square x by 2. That is 1 plus 3/5 equal to 2 cos square x by 2. The cross multiply ചെയ്യുമ്പോൾ 5 plus 3 8/5 equal to 2 cos square x by 2. 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/2 4 ആയി. This 4/5 equal to cos square x by 2. അപ്പോൾ അത് 2 റൂട്ട് എടുക്കുമ്പോൾ 4/5 റൂട്ട് എടുക്കുമ്പോൾ cos x by 2/√5. അതുപോലെ tan x by 2 കാണണമെങ്കിൽ tan x by 2 ഫോർമുല കൊടുക്കേണ്ട. സൈനും കോസും ഏത് കിട്ടിയാലും tan കാണണമെങ്കിൽ അവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ പോരെ. sin x by 2 by cos x by 2 ഒരേ ആംഗിൾ ആണല്ലോ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ tan x by 2. അപ്പോൾ 1/√5 by 2/√5, 1/√5 by 2/√5 ക്യാൻസൽ. അപ്പോൾ ആൻസർ 1/2. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എക്സ് ഫോർത്ത് ക്വാർട്ടറിലാണ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വാല്യൂ നമുക്കറിയാം കോസ് ആണ് ഫോർത്ത് ക്വാർട്ടറിൽ പോസിറ്റീവ്, ബാക്കി നെഗറ്റീവാണ് എന്ന് വിചാരിച്ചിട്ട് സൈനും ടാനും നെഗറ്റീവ് ആക്കരുതോ, കോസ് പോസിറ്റീവ് ആക്കി എഴുതരുത്. ഇവിടെ എക്സ് ആണ് ഫോർത്ത് ക്വാർട്ടറിൽ നമുക്ക് കാണുന്നത് x/2 ആണ്. അപ്പോൾ എക്സ് ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ x/2 ഏത് ക്വാർട്ടറിലാണ് നോക്കണം. അപ്പോൾ നോക്കണേ, ഫോർത്ത് ക്വാർട്ടറിന് പറഞ്ഞാൽ
270യുടെയും 360 ഇടയിലല്ലേ, അപ്പോൾ അത് x/2 ആക്കുമ്പോൾ അതിൻ്റെ പകുതിയല്ലേ വരിക, രണ്ട് സൈഡും പകുതി എടുക്കണ്ടേ. എക്സ് ആണ് ഫോർത്ത് കോണിൽ, x/2 ആക്കുമ്പോൾ അതിന് പകുതി 270യുടെ പകുതി 135, then 180. അപ്പോൾ 135 മുതൽ 180 വരെയുള്ള ആംഗിളാണ് x/2 വരിക. എക്സ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് x/2, 135ൻ്റെയും 180 ഇടയിലാണ്. ആ വരുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റോ. അപ്പോൾ ഓർക്കണേ, എക്സ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ x/2 സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇനി എക്സ് തേർഡ് ആണെങ്കിലും x/2 സെക്കൻഡ് ആണ്. അതായത് എക്സ് ഫസ്റ്റും സെക്കൻഡുമാണെങ്കിൽ x/2 ഫസ്റ്റ് ക്വാഡ്രന്റോ, എക്സ് തേർഡും ഫോർത്തുമാണെങ്കിൽ x/2 സെക്കൻഡ് ക്വാഡ്രന്റോ. ഓക്കെ, അപ്പോൾ x/2 സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ സൈന് പോസിറ്റീവ് ആണ്. ദെൻ ബാക്കി കോസും ടാൻ x/2 നെഗറ്റീവ് ആക്കി എഴുതണം. അത് ലാസ്റ്റ് ചിഹ്നം മാറ്റാൻ മറക്കരുത്. അതാണ് എക്സിൽ നിന്ന് x/2ലേക്ക് വരുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂ കാണുമ്പോൾ ചെയ്യുന്ന രീതി. ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ കോസ് എക്സ് അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉപയോഗിച്ചത് കോസ് ആക്കണം, എന്നിട്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ, അതാണ് നമുക്ക് എക്സിന് x/2 മാറ്റുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് പറഞ്ഞത്. യെസ്, ഇനി അതിൽ നമ്മൾ 2x ഫോർമുലാസ് ഒക്കെ പഠിച്ചു. അത് വെച്ചുള്ള 2-3 പ്രൂവ് ദാറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. യെസ്, ക്വസ്റ്റ്യൻ നോക്കൂ. sin 2x = 2 tan x by 1 plus tan square x. നമുക്ക് tan 2x ഫോർമുല അറിയാം, 2 tan x by 1 minus tan square x. അതുപോലെ sin 2x ഫോർമുല ടാനിലേക്ക് മാറ്റുന്ന ഫോർമുല കൂടിയാണ്. ഇത് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിലെ ഫോർമുല ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റൻ ആയിട്ട് പ്രൂവ് ആയിട്ട് ചോദിക്കുള്ളൂ. അപ്പോൾ sin 2x ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റിസൾട്ടാണ് വേണ്ടത്. നമുക്ക് അറിയാവുന്ന sin 2x എന്താ? വി ഹാവ് sin 2x = 2 sin x into cos x. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കാം, പക്ഷെ നമുക്ക് എപ്പോഴും ക്വസ്റ്റൻ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തോന്നുള്ളൂ. അപ്പോൾ sin 2x മാറ്റി അറിയാവുന്ന ഫോർമുല 2 sin x cos x. പക്ഷെ ആൻസർ വരേണ്ടത് ടാൻ ആണ്. ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ടോ? ഇവിടെ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കണം. ഒരു സാധനം എക്സ്, അതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കണം. x/1 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഡിനോമിനേറ്റർ വന്നു. അപ്പോൾ 2 sin x cos x 2 sin x cos x by 1. നമുക്ക് ഇതിന് ന്യൂമറേറ്റർ നോക്കണേ. ന്യൂമറേറ്റർ 2 sin x cos x ആയതുകൊണ്ട് ഡിനോമിനേറ്റർ വരുത്താൻ 1 എഴുതിയത്. 1 വെറുതെ നിർത്തിയാൽ പോരല്ല, 1നെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആക്കണം. 1നെ എങ്ങനെ? ഇവിടെ സൈനും കോസ് ആയതുകൊണ്ട് 1 നമുക്ക് സൈനും കോസ് ആക്കാനുള്ള വഴി cos square x പ്ലസ് sin square x. 1 എഴുതുമ്പോൾ എപ്പോഴും അങ്ങനെ എഴുതാം, 1ന് cos square x പ്ലസ് sin square x. അപ്പോൾ ഇനി നിങ്ങൾ നോക്കണം, നമുക്കറിയാം സൈനും കോസിന് സമ്മും ഡിഫറൻസ് ഒക്കെ വന്നാൽ സൈനും കോസും മുകളിലും താഴെയും വരികയാണെങ്കിൽ നമുക്കതിനെ ടാൻ ആക്കണമെങ്കിൽ പഠിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ കോസ്. ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ കോസ് അല്ലേ? അന്ന് നമ്മൾ പറഞ്ഞു ടാൻ ആക്കണമെങ്കിൽ ഇവിടെയുള്ള ടേം ഏതാണോ, ഈ ടേം ഏതാണോ അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് 1 ആവണം, അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ cos square x ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? 2 sin x cos x ന്യൂമറേറ്റർ ഒറ്റ പ്രൊഡക്റ്റ് ആണ്, അതിനെ cos square x ഡിവൈഡ് ചെയ്യാം. താഴെ cos square x by cos square x പ്ലസ് sin square x by cos square. ടാൻ ആക്കണമെങ്കിൽ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടാൻ ആക്കുന്ന റിസൾട്ട് ഇവിടെ ന്യൂമറേറ്റർ ഫസ്റ്റ് ടേം ഏതാണോ ആ ടേം 1 ആവണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യേണ്ടതോ. അപ്പോൾ ഇവിടെ ഒരു കോസ് ക്യാൻസൽ. 2 sin x by cos x 2 tan x. ഇവിടെ cos square വെട്ടി 1, sin square by cos square tan square x. അതാണ് ഫോർമുല കൂടിയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഉപയോഗം സെക്കൻഡ് ഇയറിലുള്ളൂ, ഫസ്റ്റ് ഇയർ ഉപയോഗിക്കാനില്ല. ഫസ്റ്റ് ഇയർ വരാണെങ്കിൽ ക്വസ്റ്റൻ ആയിട്ട് വരുള്ളൂ. അത് അത്ര ഇമ്പോർട്ടൻറ്റുമല്ല. അതുപോലെ അപ്പോൾ sin 2x ഫോർമുല നമ്മൾ എഴുതി 2 tan x by ടാനിലേക്ക് മാറ്റും 1 plus tan square x. അതേ മെത്തേഡിൽ cos 2x ഉണ്ട്. cos 2x ഫോർമുല 1 minus tan square x by 1 plus tan square x. cos 2x അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ cos 2x ഫോർമുല നമുക്കറിയാം cos square x മൈനസ് സൈൻ സ്ക്വയർ അല്ലേ അതിന് ബേസിക് ഫോർമുല. cos square x മൈനസ് സൈൻ സ്ക്വയർ എക്സ് അത് ബൈ 1 ആക്കുന്നു. 1ന് ഇതേപോലെ cos square x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആക്കി ഇതേ പ്രൊസീജിയർ ചെയ്താൽ ആൻസർ കിട്ടും. അത് അസൈൻമെൻ്റ് ആയിട്ട് ഹോംവർക്കായി ചെയ്യാൻ തരും. അപ്പോൾ അതാണ് ചെയ്യുന്ന രീതി. തുടക്കം cos 2x ഫോർമുല tan 1 മൈനസ് tan square x ബൈ 1 പ്ലസ് tan square x. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഫോർമുലയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പ്രോബ്ലം അത് വരുന്നില്ല. സെക്കൻഡ് ഇയറിൽ അത് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമ്മൾ 2x1 ഇനി 3x 2x1 ഇനി 3x ഫോർമുലാസാണ്. അതും ഫോർമുലയായിട്ട് അറിഞ്ഞിരിക്കുക, പ്രൂഫായിട്ട് ചോദിക്കാൻ ചാൻസേ ഉള്ളൂ. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്വസ്റ്റനായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം.
അതൊന്ന് പരിചയപ്പെടുത്താൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 3x ഫോർമുലാസ് അതിൽ പ്രൂഫായിട്ട് ടാൻ 3x ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആക്കി ചെയ്യാം, ഫോർമുല കൂടിയാണ്, ക്വസ്റ്റ്യൻ ആക്കി ചെയ്യാം, ക്വസ്റ്റ്യൻ ആക്കി തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ prove that sin 3x equal to 3 sin x minus 4 sin cube x. ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും 3xനെ എക്സിലേക്ക് മാറ്റുന്ന ഫോർമുലയാണ്. 2xനെ എക്സിലേക്ക് മാറ്റി പഠിച്ചു, എക്സിനെ x/2 മാറ്റി പഠിച്ചു. അതുപോലെ 3xനെ എക്സിലേക്ക് മാറ്റുന്നതാണ് ഈ ഫോർമുല. നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതും കൂടുതൽ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ഉപയോഗിക്കാറുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഫോർമുല ചെയ്ത് പഠിക്കുക പ്രോബ്ലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയാസ് ഒരുപാട് ഫോർമുലാസ് ഇതിൽ ഉപയോഗിക്കാണ്ട് പ്രൂഫ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഫോർമുലാസ് ഒന്നും കൂടിയും അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ മെത്തേഡ്സുകളും പിടുത്തം കിട്ടും. അതാണ് പ്രൂഫ് സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ sin 3x നമുക്ക് മാറ്റാൻ പറ്റുന്നത്, sin 3x നമുക്ക് എങ്ങനെ എഴുതാം? sin 2x plus x എഴുതി കൂടെ. ഈ എഴുതിയത് നമുക്കറിയാം sin x plus y ഫോർമുലായി. sin x plus yയുടെ ഫോർമുല sin x cos y പ്ലസ് cos x sin y അല്ലേ. എക്സിന് പകരം 2x, അപ്പോൾ sin 2x ഇൻറ്റു cos x പ്ലസ് cos 2x ഇൻറ്റു sin x. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്ക് വേണ്ടത് എന്താ? sin 3xലെ കംപ്ലീറ്റ് സൈൻ ആണ് വേണ്ടത്, എക്സിലാണ് വേണ്ടതോ. അപ്പോൾ sin 2xനെ ഒഴിവാക്കണം, cos 2xനെ ഒഴിവാക്കണം. അപ്പോൾ sin 2xനെ എക്സിലേക്ക് മാറ്റാനുള്ള ഫോർമുല നമുക്കറിയാം 2 sin x ഇൻറ്റു cos x അല്ലേ. അപ്പോൾ ആ ഫോർമുല അവിടെ ഉപയോഗിച്ചു. അപ്പോൾ അതൊന്നുകൂടി പഠിയും. ഇൻറ്റു cos x ഇറക്കി എഴുതി. പ്ലസ് cos 2x നാം പറഞ്ഞു പല ഫോർമുലാസ് ഉണ്ട്. cos square x മൈനസ് sin square x കൊടുക്കാൻ പ്രശ്നമില്ല, 1 മൈനസ് 2 sin square x കൊടുക്കാൻ പ്രശ്നമില്ല, 2 cos square x മൈനസ് 1 കൊടുക്കാൻ പ്രശ്നമില്ല. അപ്പോൾ കൺഫ്യൂഷൻ വരും, ഏതാണ് ബെറ്റർ? അതെ ഞാൻ പറഞ്ഞത്. ആൻസർ തെളിയിക്കേണ്ടത് ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷനാ? സൈന് മാത്രമാണ്. എക്സിലുള്ള ഫോർമുല നമുക്കറിയാം, പക്ഷെ എക്സിൽ 3 എണ്ണം ഉണ്ട്. അത് സൈന് മാത്രമാണ് വരേണ്ടത്. സൈന് മാത്രം cos 2xൽ വരുന്ന ഫോർമുല 1 മൈനസ് 2 sin square x. അപ്പോൾ cos 2xന് ഈ ഫോർമുല കൊടുത്താൽ 1 മൈനസ് 2 sin square x ഇൻറ്റു, അത് ബ്രാക്കറ്റ് കൊടുക്കാൻ കാരണം അതിന് 2 ടേമായി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇൻറ്റു sin x ഉണ്ട്, അത് രണ്ടിനും ബാധിക്കണം. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തത്. ഇൻറ്റു sin x ഇറക്കിയത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് sin x നോക്കണേ. ഈ 2 sin x ഇൻറ്റു ഈ cos xൻ്റെ cos x cos square x പ്ലസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ sin x ഇൻറ്റു 1 sin x മൈനസ് 2 sin square x ഇൻറ്റു sin x 2 sin cube x അല്ലേ. സ്ക്വയറും സൈനും sin ക്യൂബായി. ഇനി നോക്കൂ, കംപ്ലീറ്റ് എക്സിലായി. പക്ഷെ നമുക്ക് ആൻസർ സൈനേ ഉള്ളൂ. ഇവിടെ കോസ് ഉണ്ട്, കോസിന് ഒഴിവാക്കണം. cos square xനെ സൈൻ ആക്കാനുള്ള വഴി 1 മൈനസ് sin square x. വീണ്ടും മറ്റൊരു ഫോർമുല. അപ്പോൾ 2 sin x ഇൻറ്റു 1 മൈനസ് sin square x പ്ലസ് sin x മൈനസ് sin 2 sin cube x. ആ ഫോർമുല കറക്റ്റ് സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ പറഞ്ഞത് അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒറ്റ നിമിഷത്തിൽ ഈ പ്രോബ്ലം നോക്കുമ്പോൾ ഒന്നും ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇവിടെ cos square xനെ 1 മൈനസ് sin square x ആക്കി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 sin x ഇൻറ്റു 1 2 sin x മൈനസ് 2 sin x ഇൻറ്റു sin square x 2 sin cube x പ്ലസ് sin x മൈനസ് 2 sin cube x. അപ്പോൾ നോക്കൂ, 2 sin x പ്ലസ് sin x 3 sin x മൈനസ് 2 sin cube x മൈനസ് 2 sin cube x മൈനസ് 4 sin cube x. അപ്പോൾ 3 sin x മൈനസ് 4 sin cube x. അപ്പോൾ എക്സിലേക്ക് മാറ്റുന്ന ഫോർമുലയാണ് പറഞ്ഞത്. അത് 2xനെ മാറ്റി ദെൻ സൈനും കോസിന് സൈനാക്കി മാറ്റി. യെസ്, അതാണ് sin 3xൻ്റെ ഫോർമുല. ഇതുപോലെ cos 3x ഉണ്ട്. cos 3xൻ്റെ ഫോർമുല നേരെ തിരിച്ച് സൈനുള്ളതൊക്കെ കോസാവും. ഓർക്ക് എളുപ്പമാണ്. ഇത് 3 sin x മൈനസ് 4 sin cube x ആണല്ലോ. അപ്പോൾ ഇത് സൈനുള്ളത് കോസാവും, നേരെ റിവേഴ്സ് ഓർഡർ. ഇത് ആദ്യം വരും, ഇത് രണ്ടാമത് വരും. 4 cos cube x മൈനസ് 3 cos x. ഇതേപോലെ തന്നെ സൈനുള്ളത് കോസായി ഒന്ന് റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഒരു ഫോർമുല അറിഞ്ഞാൽ മറ്റേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതും ഇതേപോലെയാണ് പ്രൂഫ്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തീരും. ഇതേപോലുള്ള പ്രൂഫാണ് മെത്തേഡ് ചെയ്യുന്ന രീതിയൊക്കെ ഇത് തന്നെ. 4 cos cube x മൈനസ് 3 cos x. അതിൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് tan 3x ആണ്. അതാണ് എക്സാം ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചെയ്തുതരാം. tan 3xൻ്റെ പ്രൂഫ് ക്വസ്റ്റ്യൻ നോക്കൂ. tan 3x equal 3 tan x minus tan cube x by 1 minus 3 tan square x. tan തന്നെ ആൻസർ വരേണ്ടത് x ആവണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ tan 3x നമ്മൾ നേരത്തെ പോലെ tan ഇൻറ്റു അല്ലെങ്കിൽ tan ഓഫ് 2x പ്ലസ് എക്സ്. ഏത് ഫോർമുലായി? tan x പ്ലസ് y. എന്താ tan x പ്ലസ് y? tan x പ്ലസ് tan y ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ tan 2x പ്ലസ്
tan x divided by 1 minus tan 2x into tan x. ഓക്കെ, എക്സിനെ 2x മാറ്റി. അപ്പോൾ tan 2x tan x, tan 2xനെ എക്സിലേക്ക് മാറ്റാനുള്ള ഫോം നമുക്കറിയാം. tan 2x പറഞ്ഞാൽ 2 tan x by 1 minus tan square x അല്ലേ. 2 tan x by 1 minus tan square, tan 2xന്റെ ഫോമുല അതിവിടെ കൊടുത്തു കഴിയുമ്പോൾ 2 tan x by 1 minus tan square x plus tan x divided by 1 minus again tan 2x, 2xനെ എക്സിലേക്ക് മാറ്റണം. 2 tan x by 1 minus tan square x into tan x. നോക്കണേ, ഇനി ഇവിടെ ബൈ 1 ആണല്ലോ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ പ്ലസ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 tan x plus tan x into 1 minus tan square x whole divided by 1 minus tan square x. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു ആണ് ആദ്യം. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 2 tan x tan x tan square x, 2 tan square x. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ്, ഇവിടെ ബൈ 1 ആണ്. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus tan square x minus 2 tan square x ആണ്. tan x tan square x. അപ്പോൾ 2 tan square x ഡിവൈഡഡ് ബൈ 1 minus tan square x. ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡിവൈഡ് ബൈ വരുമ്പോൾ വെട്ടിക്കളയാം, ഒന്നിടവിട്ട് ടേം വരുമ്പോൾ. കാരണം ഈ രീതിയിൽ കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾ കൂടുതലൊന്നും 10ാം ക്ലാസ് പഠിക്കുന്നില്ല. ഇങ്ങനത്തെ ഓപ്പറേഷൻ മാത്തമാറ്റിക്കൽ ബേസിക് ആണതൊക്കെ നിങ്ങൾ ഇതുവരെ പഠിക്കുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇങ്ങനത്തെയാണ് ചെയ്ത് ശീലിക്കേണ്ടത്. കാരണം നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസേ വരികയുള്ളൂ എക്സാമിന്. അല്ലാതെ നമ്മൾ ഒറ്റടിക്ക് 10ാം ക്ലാസ്സിൽ സർക്കിൾ നിങ്ങൾ ട്രിഗണോമെട്രി ചെയ്ത പോലെ ഒരു ആംഗിൾ നോക്കിയിട്ട് ഈ ആംഗിൾ എത്ര എന്ന് കണ്ടെത്തുന്ന ഫോർമുലാസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ല വരിക. ഇങ്ങനത്തെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യാൻ കഴിയണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് അറിയും, പക്ഷെ അത് ഉപയോഗിച്ച് ശീലമുണ്ടാവില്ല. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 1, ഇത് ഇൻറ്റു ആണ്. ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നേരിട്ട് ഇൻറ്റു ചെയ്യുന്നു. അതാണ് ഈ സ്റ്റെപ്പ്. അത് രണ്ട് വെട്ടി കളഞ്ഞ് 1 minus tan square x ബാക്കി 2 tan x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കാം. മുകളിൽ ന്യൂമറേറ്റർ 2 tan x പ്ലസ് tan x into 1 tan x minus tan x into tan square x tan cube x divided by 1 minus tan square x minus 2 tan square x minus 3 tan square x. അപ്പോൾ നോക്കൂ, 2 tan x plus tan x 3 tan x minus tan cube x 1 minus 3 tan square x. അതാണ് പ്രൂഫ്. അത് നിങ്ങൾ മിനിമം 2 പ്രാവശ്യമെങ്കിലും എഴുതി നോക്കണം. എങ്കിലേ നിങ്ങൾക്കത് മനസ്സിൽ പതിയുള്ളൂ, എക്സാമിന് തെറ്റാതെ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് 3xനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ പ്രോബ്ലമാക്കി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ തന്നെ വ്യത്യസ്തമായിട്ട് 2-3 ദിവസം വേറെ ഫോർമുലാസ് അല്ല, പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. Prove that cos 4x equal 1 minus 8 sin square x cos square x. 4x ആണ്, cos 4x ആണ്. നമുക്ക് അറിയാവുന്നത് cos 3x അറിയാം, cos 2x അറിയാം അല്ലേ. അപ്പോൾ cos 4xനെ മാറ്റാൻ നമുക്ക് cos 4x ഈവൺ നമ്പർ വരുമ്പോൾ 2xന് ഫോർമുലാസ് എടുക്കാം. 3x വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2x plus 6 എഴുതി. അതുപോലെ 2x plus 2x നേടാം. അതിനേക്കാളുള്ളത് 2x ചെയ്തിട്ട് cos 2xന് ഫോർമുല എന്താ? പല ഫോർമുലാസ് ഉണ്ട്. cos square x minus sin square x 1 minus 2 sin square x 2 cos square x minus 1. ഈ ആൻസർ കിട്ടുന്ന രൂപം കണ്ടിട്ട്, ആൻസർ എഴുതിയ ഫോമാറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഫോമിൽ കൊടുക്കായിരിക്കും ബെറ്റർ? ഇതല്ലേ നല്ലത്? 1 മൈനസ് എന്ന രൂപത്തിൽ ഏത് കൊടുത്താലും കിട്ടും. ഏറ്റവും നല്ലത് ആൻസർ കിട്ടേണ്ടതാണ്. നമുക്ക് അതാണ് പറഞ്ഞത്, ഫോമുലാസ് കൺഫ്യൂഷൻ വരും. ഏതാണ് കിട്ടേണ്ടത് ആ രൂപത്തിൽ ഏതാ? അപ്പോൾ 1 minus 2 sin square x അല്ലേ cos 2x. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അതുപോലെ cos 4x ഏതാണെങ്കിൽ 2xനെ 4x ആക്കിയാൽ, അതായത് ഇവിടെ ഡബിൾ ആയാൽ ഈ എക്സും ഡബിൾ ആവണ്ടേ? വേറെ മാറ്റം വരില്ല, ആംഗിളേ മാറുന്നുള്ളൂ. എക്സ് 2x കൊടുക്കുമ്പോൾ 4x ആവും. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2x. അപ്പോൾ 1 minus 2 sin square 2x. നമുക്കറിയാം ഇവിടെ എക്സ് ആണെങ്കിൽ x/2 ആവും, ഇവിടെ 4x ആണെങ്കിൽ 2x ആവും, ഇവിടെ 6x ആണെങ്കിൽ 3x ആവും. അപ്പോൾ cos 4x 1 minus 2 sin square 2x. ഇനി 1 minus 2 sin square 2x പറഞ്ഞാൽ sin 2x all square അല്ലേ. നമുക്ക് വേണ്ടത് എക്സിലാണ് വേണ്ടത്, ഇവിടെ കിട്ടിയത് 2xലാണ്. അപ്പോൾ വീണ്ടും എക്സിലേക്ക് മാറ്റണം. എന്താ sin 2xനെ എക്സിലേക്ക് മാറ്റുന്ന ഫോർമുല? 2 sin x cos x. അതിവിടെ കൊടുക്കുമ്പോൾ 1 minus 2 sin 2xന് ഫോർമുല 2 sin x into cos x the whole square. അപ്പോൾ 1 minus 2 ഈ 3 ടേം ഹോൾ സ്ക്വയർ ആണ്. ഇങ്ങനെയല്ലേ 2ab ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 4a സ്ക്വയർ b സ്ക്വയർ അല്ലേ. 2ക്ക് സ്ക്വയർ ഉണ്ടാവും, എക്ക് സ്ക്വയർ ഉണ്ടാവും, ബിക്ക് സ്ക്വയർ ഉണ്ടാവും. അങ്ങനെ ഈ 3 ടേമിനും സ്ക്വയർ ബാധിക്കുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ്
4 sin square x into cos square x. അപ്പോൾ 1 minus 2 എന്ന് എഴുതരുത്, ഇത് ഇൻറ്റു ചെയ്തിട്ടേ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 1 minus 2 into 4 8 sin square x into cos square x. ഇതാണ് ആൻസർ. അതിന് ചെറുതാക്കാനില്ല, പ്രൂവ് ദാറ്റ് അതാണല്ലോ. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 2x ഫോമുല കൊടുത്തു, അല്ല 4x മാറ്റി sin 2x ഫോമുല കൊടുത്തു. ഒരുപാട് ഫോമുലാസ് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മുമ്പത്തെ ടോപ്പിക് അറിയുന്നൊരു കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് cos 4x. അതുപോലെ നിങ്ങൾക്ക് cos 6x ചോദിക്കാം. യെസ്, അത് നമ്മൾ നെക്സ്റ്റ് ദിവസം cos 6, prove that cos 6x. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വലിയ സംഭവം വിചാരിക്കും. 6 4 സ്ക്വയർ ഒക്കെ ഉണ്ട്. വലിയ സംഭവം വിചാരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വലിയ സംഭവമാക്കി എഴുതാൻ പോകും, ഒന്നും ചെയ്യാതെ വിടും എക്സാം കണ്ടാൽ. വളരെ സംഭവമൊന്നുമില്ല, അത് സിമ്പിളാണ്. അത് നിങ്ങൾക്ക് എക്സാം വരെ ചാൻസ് കുറവാണ്. ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാനാണ് പ്രോബ്ലം ചെയ്യുന്നത്. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്തായാലും നോക്കട്ടെ. cos 4x നമ്മൾ ചെയ്തു. cos 4x നമ്മൾ ചെയ്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് cos 6x ചെയ്യാൻ കഴിയും. യെസ്, അത് നോക്കാം. എന്താ ചെയ്യാൻ നോക്കൂ. cos 6x cos 2x നമ്പറിന് ഈവൻ നമ്പർ ആണെങ്കിൽ 2x തുടങ്ങാം. cos 2x ഫോമുല എന്താ? 3 ഫോമുലാസ് ഉണ്ട്. cos square x minus sin square x, 1 minus 2 sin square x, 2 cos square x minus 1. ഇതിൽ ഏത് കൊടുക്കുകയായിരിക്കും? ആൻസർ കണ്ടിട്ട് ചെയ്യുന്ന രൂപം നോക്കിയിട്ട് ഫോമാറ്റ് നോക്കിയിട്ട് ഏത് കൊടുക്കുകയായിരിക്കും ബെറ്റർ? നമുക്ക് കംപ്ലീറ്റ് cos square ആണ്, ലാസ്റ്റ് മൈനസ് 1. അപ്പോൾ ഈ ഫോമുലയിലേ കൊടുക്കുന്നത് ബെറ്റർ. ഏത് കൊടുത്താലും കിട്ടും. അത്രയും സ്റ്റെപ്പ് കുറക്കാൻ പറ്റും. ഏതാണ് സ്യൂട്ടബിൾ ആവുന്നോ അത് കൊടുക്കാം. അപ്പോൾ 2 cos square x minus 1. അപ്പോൾ cos 2x അങ്ങനെയാണെങ്കിൽ cos 6x എന്താവും? 2 cos സ്ക്വയർ. ഇവിടെ നോക്കണേ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ x ആയി, 1 ആയി. 6 ആണെങ്കിൽ ഇവിടെ 3 ആവും, -1. അപ്പോൾ 2 cos സ്ക്വയർ 3x പറഞ്ഞാൽ cos 3x ഹോൾ സ്ക്വയർ എല്ലാം നേരത്തെ പറഞ്ഞു. ഈ cos 3x cos 3x ഇവിടെ ഉപയോഗിക്കുന്നുള്ളതാണ്. cos 3x ആകെ ഉപയോഗിക്കുന്ന മെത്തേഡ് ആകെ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. cos 3x എന്തായിരുന്നു? 4 cos cube x minus 3 cos x. sin 3x ആണ്, നേരെ തിരിച്ചാണ്. 3 sin x minus 4 sin cube x കംപ്ലീറ്റ് സൈനാണ്. അപ്പോൾ ഇവിടെ cos 3x ഫോമുല കൊടുക്കുമ്പോൾ 4 cos cube x minus 3 cos x ഹോൾ സ്ക്വയർ minus 1. ഈ എഴുതി ബ്രാക്കറ്റ് നോക്കാതെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. a മൈനസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എയുടെ സ്ഥാനത്ത് 4 cos ക്യൂബ് എക്സ്. അപ്പോൾ 2 പുറത്തെടുത്താൽ a സ്ക്വയർ 4 cos ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ, അതേ a സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ 4 cos ക്യൂബ് എക്സ് ഇൻറ്റു ബി 3 cos x. ആ മൈനസ് പിന്നെ കൊടുക്കുന്നത് മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ ബിക്ക് മൈനസ് കൊടുക്കാൻ നിൽക്കരുത്. പ്ലസ് ബി സ്ക്വയർ 3 cos x ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 4 cos ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16, cos ക്യൂബിൻ്റെ സ്ക്വയർ cos 3 6x. അല്ല cos 9 എഴുതരുത്. a raised to m ഹോൾ raised to n പറഞ്ഞാൽ a raised to m ഇൻറ്റു n അല്ലേ. അത് രണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6 മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു 3, 2 into 4 8 into 3 24 cos ക്യൂബും cos ഇൻറ്റു ചെയ്യുമ്പോൾ cos raised to 4x പ്ലസ് 3 cos x all square 9 cos square x. ഇനി പുറത്ത് 2 ഉണ്ട്. 2 ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ. 2 into 16 32 cos raised 6x minus 2 into 24 48 cos raised 4x minus 2 plus 2 into 9 18 cos square x. പിന്നെ ഇവിടെ -1 പുറത്തുണ്ട്. ആ -1 എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ആ 2 എന്നത് ഇതിനെ ബാധിക്കുള്ളൂ, -1 വേറെയാണ്. അതാണ് ആൻസർ. കംപ്ലീറ്റ് cos ആയി വന്ന cos 6x. അപ്പോൾ അത്രയും ചെയ്യാറുള്ളൂ. യെസ്, അതാണ് ഇന്നത്തെ കോഴ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ചാപ്റ്ററിലെ ഏറ്റവും പ്രയാസമേറിയ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ട് ഇതിലെ എക്സാം പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഇനി താങ്കൾ നമ്മൾ ഇതുവരെ എടുത്തതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുമാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഭാഗം. അത് കഴിഞ്ഞു. അതോടുകൂടി ട്രിഗണോമെട്രിയിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗങ്ങൾ തീരുമാനമായി. ഇനി സിമ്പിൾ ടോപ്പിക്കാണ്. സിമ്പിൾ ടോപ്പിക് പറഞ്ഞാൽ പ്രോബ്ലംസും ഫോർമുലാസ് തന്നെയാണ്, പക്ഷേ ഇതിനൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നതും ചെയ്യാൻ എളുപ്പവുമാണ്. ബാക്കി അടുത്ത ക്ലാസ് പറയാം. ക്വസ്റ്റ്യൻ തരും, ഇതുപോലെ തരും, ചെയ്ത് നോക്കണം. ഓക്കെ.